guys, welcome back to my channel. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിച്ചൺ ഡെക്കറാണ്. നമുക്കറിയാം ലോക്ക്ഡൗൺ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മറ്റേത് കഫേസും അടച്ചിടുമ്പോൾ ഒരു കഫേ മാത്രം എപ്പോഴും തുറന്നിരിക്കും. അത് ഏത് കഫേയാ? ഇറ്റ്സ് മോംസ് കഫേ. അപ്പോൾ നമുക്ക് മോംസ് കഫേ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വലിയ റെക്റ്റാങ്കുലർ പീസ് ഓഫ് കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു പീസസ് നമുക്കിതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ലൈക്ക് ബ്രിക്സ് പോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഫെവിക്കോളും വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ടിഷ്യൂ പേപ്പറിനെ ഇങ്ങനെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ആ കാർഡ്ബോർഡ് പീസസിന് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ലേറ്റർ നമ്മൾ കളർ ചെയ്യുമ്പോൾ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കാം. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ടേബിളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു പേപ്പർ റീഫില്ലാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് അതിനെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ ഇതുപോലത്തെ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുമിച്ച് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിൽ ഫെവിക്കോൾ ജസ്റ്റ് ഒരു പേപ്പർ സ്ട്രിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനി നമ്മൾ ഓലയൊക്കെ മെനയണ പോലെ ഇതുപോലെ പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് ഇതുപോലെ ഹൊറിസോണ്ടൽ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഇങ്ങനെ മെനഞ്ഞ് കൊടുക്കുക. ആദ്യം ഒരു പേപ്പർ ട്യൂബ് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈമുള്ള ട്യൂബ് എടുക്കാതെ അതിന് ശേഷമുള്ളത് എടുക്കുക. പിന്നെ ഹൊറിസോണ്ടൽ ട്യൂബ്സ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നീളമുള്ളത് തന്നെ എടുക്കുക. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതിനുശേഷം എക്സ്ട്രാ സൈഡിൽ വന്ന ട്യൂബ്സ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റ് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതുപോലൊരു ജാർ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈനായിട്ട് ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് നമ്മൾ ഗോൾഡൻ പെയിൻറ്റും അതിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പ് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ റെഡ് കളർ അടിച്ച് വെച്ചേക്കുവാണ്. സോ ലൈക്ക് നമ്മളൊരു സ്റ്റിക്കർ പോലെ ഇങ്ങനെ അതിൽ ഒട്ടിക്കാം. ഇനി വേറൊരു സ്റ്റിക്കറാണ് ഇത്. ജസ്റ്റ് ഇതുപോലെ ഒരു പേപ്പറിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ച് എഴുതിയിരിക്കുന്നതാണ്. ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈസ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് അതും സ്റ്റിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്ന പീസസിൻ്റെ മേലെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് മെനഞ്ഞ് വെച്ചിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ അറ്റത്തൊക്കെ വന്നിരിക്കുന്ന ട്യൂബ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി ഇതിന്മേൽ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ലൈക്ക് നമ്മൾ ഫുൾ അടിച്ച് കഴിയുമ്പോൾ ശരിക്കും പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയാന്നേ തോന്നത്തില്ല.
ഇനി നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് സ്പൂൺസോ ഫോക്സോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അതായത് ഞാനതിൽ പേപ്പർ പ്ലസ് വാട്ടർ പ്ലസ് ഫെവിക്കോൾ ഇത്തിരി ആഡ് ചെയ്താൽ മതി. ലൈക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ഞാനിതിൽ ഫെവിക്കോൾ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും 1 day ഒക്കെ വെച്ചപ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടി. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അടിക്കാം, പക്ഷേ കുറച്ച് കൂടുതൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് അധികം പെയിൻറ്റ് യൂസ് ചെയ്യേണ്ടി വരില്ല. സോ ഞാനിതിനെ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ബ്രൗൺ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിതിന് സ്റ്റിക്ക് ചെയ്യാം. ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഫോർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ വെച്ചിട്ട് കയറുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ 3 സ്ട്രിപ്സ് ഉണ്ടാക്കുക. ലൈക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് 3 സ്ട്രിപ്സ് കീറിയെടുക്കുക. അതിനുശേഷം നമുക്കത് ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെടയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഹോൾഡ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് മുടിയൊക്കെ നമ്മൾ മെടയില്ലേ, അതുപോലെ തന്നെ പിന്നിടുക എന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുക. ഇത് സിമ്പിളാണ്. ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ വീട്ടിൽ ആരുടെ അടുത്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഡു. അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ആ കയറ് അതിലൊട്ടിച്ചു. സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഒരു പാർട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ആ പിക്സിന് ഒരു ടെക്സ്ചർ കൊടുത്തിട്ട് ഒരു പെയിൻറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ്, ഓറഞ്ച്, ബ്രൗൺ, ഗോൾഡൻ കളേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ ആ ഒരു ടെക്സ്ചർ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടി ഒരു ബ്രിക്ക് ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കളർ ചെയ്യണത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല നൈസാണ്. ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ വേറെ ഒരു കളേഴ്സ് ഇനിയിപ്പോൾ മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഗോൾഡൻ കളറ് മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഭംഗിയാണ് നമുക്ക് തരാം. ഇനി നമുക്ക് ഒരു സർക്കിൾ ഷേപ്പും പിന്നെ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പും കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ചട്ടകം പോലെ ഷേപ്പിലാക്കുക. അതിനുശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാം. ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്യണത് സിസേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് ചോക്ക് പീസസ് ആണ്. ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോക്കാട്ട് ചെയ്തേക്കണതാണ്. സോ ചോക്കാട്ട് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് വിൽ പെയിൻറ്റ് ഇറ്റ്. ഇനി ഞാനിതിൽ ഓപ്പൺ 24 hours എന്നും കൂടി നമ്മുടെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു.
ഇത് ഒരു ദിവസമൊക്കെ വെച്ചാൽ മതി. നല്ലതായിട്ട് എന്തെങ്കിലും വെയിറ്റ് ഇതിൻ്റെ മേലെ വെച്ചാൽ അത് ഈസി ആയിട്ട് ഒട്ടിയിരുന്നോളും. ഇനി നമ്മൾ വേറൊരു പാർട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഒരു ചെറിയ റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ 4 സൈഡിലും പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഒട്ടിക്കാം. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 കോർണേഴ്സിലും ഞാൻ ആ ട്യൂബ്സ് തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിറർ സീക്വൻസ് വെക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യാം. ഇനി നീളത്തിലൊരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക മീൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾ ക്ലേ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോള് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് വെച്ചിട്ട് ലെറ്റേഴ്സ് ഉണ്ടാക്കാം. അതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് വിൽ ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ് ഓൺ ടു ദാറ്റ് കാർഡ്ബോർഡ് ഷീറ്റ്. അത് വേഗം ഇരുന്നോളും. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ മിറർ സീക്വൻസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യാം. ഇനി ഇത് വോളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. So it's done. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റെല്ലാവർക്കൊക്കെ ഷെയർ ചെയ്യും. വീണ്ടും വേറൊരു നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയനെ കാണുന്നവരേക്കും ബൈ.